പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിലെ മത്സരത്തിൽ സ്മൃതി വിജയമുറപ്പിച്ചു കഴിഞ്ഞു. ഏത് സ്മൃതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പറയാനാകൂ. ഇവിടെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് സ്മൃതി എന്നാണ്. LDF-നായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്മൃതി രാജേഷ് മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി സ്മൃതി കോലോത്ത് കോണി അടയാളത്തിലാണ് വോട്ട് തേടുന്നത്. വോട്ടർമാരോട് രണ്ട് സ്ഥാനാർത്ഥികളും ഒരേപോലെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ചിഹ്നം നോക്കി തന്നെ വേണം വോട്ട് ചെയ്യാൻ, പേര് നോക്കിയാകരുത്. രണ്ട് സ്മൃതിമാർക്കും ഇത് കന്നി അംഗമാണ്. ആകസ്മികമായാണ് മത്സരിക്കേണ്ടി വന്നതെന്ന് UDF സ്ഥാനാർത്ഥി സ്മൃതി കോലോത്ത്. നേരിയ മേൽക്കൈയുണ്ടെന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിജയിച്ചു കയറുമെന്ന് തന്നെ UDF സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പേരിലങ്ങനെ ഞങ്ങൾ അധികം കാര്യമാക്കിയിട്ടില്ല. ചിഹ്നം എല്ലാവരോടും പറയാറുണ്ട്. ആളുകൾ പറയാറുണ്ടോ രണ്ടും ഒരേ പേരാണുള്ളത്? പറയാറുണ്ടോ? പറയാറുണ്ട്, അധികം പറയാറുണ്ട്. അപ്പൊ എന്താ പറയാറ്? അപ്പൊ ഞങ്ങൾ ചിഹ്നം നോക്കി ചെയ്യാനാണ് എല്ലാവർക്കും പറയാറ്. ചിഹ്നം നോക്കി ചെയ്യാൻ പറയും. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്മൃതി രാജേഷിന് വോട്ടർമാർ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമേറെ. ജയം ഉറപ്പാണ് അവർ പറയുന്നു. നമ്മളെ മുൻ കൗൺസിലർ ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കും അതിന് കഴിയുന്നുള്ള വിശ്വാസം കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ. ശരിക്ക് ഈ പേരാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത്. രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പേരും സ്മൃതി എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സാമ്യത്തെ കാണുന്നത്? സാമ്യത്തെ കാണുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ഇത് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും നമുക്കിപ്പോൾ ബാലറ്റിലാണെങ്കിലും നമ്മൾ ഒന്നാമത്തെ ചിഹ്നമാണ് വരുന്നത്. അപ്പം അത് നോക്കി വോട്ട് ചെയ്യാനാണ് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കിയാൽ മതി. അതെ, അങ്ങനെ തന്നെ പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കാനാണ് പറയാറുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്. ഒരേ നാട്ടുകാരാണെങ്കിലും രണ്ട് സ്മൃതിമാരും പരിചയപ്പെടുന്നത് സ്ഥാനാർത്ഥികളായിട്ടാണ്. പേരിലെ സാമ്യം ഗുണമാകുമോ ദോഷമാകുമോ എന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് 18 മലപ്പുറം.